ഗൈസ് എപ്പോഴും ഇംപ്രോംപ്റ്റ് ആയിട്ടുള്ള പ്ലാൻസ് എപ്പോഴും അടിപൊളിയാണ്. സോ നമ്മൾ പ്രയാഗ്രാജിൽ നിന്ന് വാരണാസിക്ക് പോവാണ്. സോ അർജുനും ഞാനും ആയിരിക്കും ഇന്നത്തെ ടീം. ആൻഡ് എല്ലാവരും സെറ്റാണ്. എക്സൈറ്റഡ് ഫോർ ദ പ്ലാൻ. സോ വാരണാസി യെസ്. എൻ്റെ ടീം മെമ്പറിനെ ക്ലാസ് കൊടുത്ത് സഹായിച്ച സനീഷേട്ടന് ഒരുപാട് നന്ദി. ഇപ്പോൾ പ്രയാഗ്രാജിൽ നിന്നുള്ള തിരക്കുകളൊക്കെ ഓൾമോസ്റ്റ് കുറഞ്ഞിട്ടുണ്ട്. കാര്യം അടുത്ത സ്നാൻ നടക്കുന്നത് വാരണാസിയിലാണ്. സോ നമ്മുടെ പ്ലാൻ വാരണാസിയിലേക്ക് മൂവ് ചെയ്യുന്നത് എക്സാക്ട്ലി ക്രൗഡ് എന്താണെന്നുള്ള കാര്യം അറിയാനാണ്. ഇവിടെ നമ്മൾ പ്രതീക്ഷിച്ചത്ര ക്രൗഡില്ല. മഹാകുംഭമേളയുടെ ക്രൗഡില്ല. ഗെയിം ചേഞ്ചിങ് എല്ലാം നടക്കുന്നത് വാരണാസിയിലാണെന്നാണ് മനസ്സിലാക്കിയത്. സോ ഞങ്ങളുടെ പോലീസുകാർക്ക് ചോദിച്ചു, ഞങ്ങൾ നേരെ വാരണാസിയിലേക്ക് പോകും. ഇതൊരു പ്രൊഫഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പഠനമാണ്. സോ ക്രൗഡ് മാനേജ്മെന്റിന്റെ ഏറ്റവും ഭീകരവശം അത് മനസ്സിലാക്കാനാണ് ഇപ്പോൾ നമ്മുടെ യാത്ര. അതെ, പ്രയാഗിൽ നിന്ന് ബോർഡ് ചെയ്തു. നമുക്കൊരു ടോട്ടലാണുള്ളത്. നമ്മുടെ ടീമെല്ലാം ബഡ്ഡി പെയറിലൂടെ PG ടീംസ് എല്ലാം ആർ മീറ്റിംഗ് ഇൻ എ ടോട്ടെ. നമ്മൾ നമ്മുടെ എനിക്ക് പറയാനുണ്ട്, ട്രാഫിക് എല്ലാം കഴിഞ്ഞിട്ട് എന്റെ ബഡ്ഡി പേര് ട്രാഫിക്കിൽ കടക്കാറുള്ളൂ. അതായത് വണ്ടി ഞങ്ങളെ ബഡ്ഡി പെയർ എന്താന്ന് പറയുന്നത്. സോ ബഡ്ഡി പെയർ എന്ന് പറഞ്ഞാല് ആക്ച്വലി ഞങ്ങൾ ഡിസാസ്റ്റർ ഹിന്ദി അറിയാവുന്നതിന്റെ പ്രാന്താ. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ബേസില് ബഡ്ഡി പെയർ എന്താ പറഞ്ഞത്? സോ വാട്ട്സ് എ ബഡ്ഡി പെയർ അജയ്? ബഡ്ഡി പെയർ ദുരന്ത സാഹചര്യങ്ങളിൽ ഒരാൾക്ക് ഒരാളെ മാത്രം നോക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള അവസ്ഥയിൽ അവർ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുകയും ഒരുത്തന് വേണ്ടി ജീവൻ പോലും പണയം വെച്ച് മറ്റൊരുവനെ രക്ഷിക്കാനും തയ്യാറാകുന്ന അവസ്ഥയാണ് ബഡ്ഡി പെയർ സിസ്റ്റം. സോ ഇപ്പൊ നമ്മളൊരു ടോട്ടെ ഹെയർ ചെയ്തപ്പോൾ പോലും വി ആർ ടേക്കിംഗ് അവർ ബഡ്ഡീസ് ടുഗദർ. സോ ഇവര് രണ്ടുപേരാണ് ഇന്നത്തെ ബഡ്ഡി പെയർ. അടുത്ത ബഡ്ഡി പെയർ ഓക്കെ. ഇനി അടുത്ത ബഡ്ഡി പെയർ നമ്മളാണ്. അർജു, നമ്മളാണല്ലോ അടുത്ത ബഡ്ഡി പെയർ. ഇതിൽ നമുക്കൊരു വീഴ്ച സംഭവിച്ചാൽ ഈ ഓട്ടോക്കാരന് മാത്രം ബഡ്ഡി പെയർ ഇല്ല. അവന്റെ കൂടെ പോയി കഴിഞ്ഞാൽ നാട്ടുകാരെടുത്തിട്ട് അറിയും. അവൻ ഹോണടിച്ചാൽ ഇൻഡിക്കേറ്റർ ഇല്ല. വണ്ടിക്ക് അത്ര വലിയ ഹോളില്ല. എന്താന്ന് വെച്ചാല് ഇവിടുത്തെ വണ്ടി ആളുകള് ഭയങ്കര ഹോണടിയാണ്. അത് കാറിന്റെ ഹോണാണ് വെച്ചേക്കുന്നത്. എനിക്ക് കണ്ടിട്ട് ചിലപ്പോ ഇടാൻ പറ്റില്ല. സെൻസർ ചെയ്ത് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. വണ്ടി എടുത്താൽ നമ്മൾ മനസ്സിലാക്കുന്ന ഇന്ത്യയുടെ വേറൊരു മുഖമാണ് ഈ എയർ പൊല്യൂഷൻ അങ്ങനത്തെ കാര്യങ്ങളുണ്ടായില്ല. നോയിസ് പൊല്യൂഷൻ എന്ന സബ്ജക്റ്റിലേക്ക് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആസ്പത്രി നമ്മൾ കൊണ്ടുവരണം. ഈ കഴിവറ മക്കള് ഭാഷ എന്റെ ഭാഷ നല്ല നിലവിളിക്കില്ലേ. ട്രിവാൻഡ്രത്തിന് പറഞ്ഞിട്ട് പ്രധാനമായിട്ട് ഒരു സാധനം അടുത്ത് കൊണ്ടുവരാൻ വേണ്ടി കൂടിയാണ് പോകുന്നത്. വാട്ട്സ് ദാറ്റ് ഗൈസ്? ബാങ് എന്നാണ് ശിവനെ ധ്യാനിച്ച് ശിവന്റെ നിദ്രയിൽ അറട്ടെ. അയ്യോ കേട്ട് 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 ഓൻ കേട്ട് പൊറോട്ട ബീഫ് അവിടെ ഒരു ബീഫിനെ കണ്ടിട്ടാണ് പറയുന്നത് പൊറോട്ട ഉണ്ടായിരുന്നു ബീഫ് കൂട്ടി തിന്നായിരുന്നു. ഇതൊക്കെ വീടിന്റെ അടുക്കള കൂടെ കയറിയാണല്ലോ പോകുന്നത്. ഗുഡ് മോർണിംഗ് ഹോട്ടൽ അങ്ങനെയല്ല ഞാൻ പറയാം. ബീഫ് അല്ലടാ എങ്ങനെ ഗുഡ് മോർണിംഗ് ഹോട്ടൽ എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഫേക്ക് ആകും.
എന്ത് എന്നാലേ ഇവ പറയാതിരിക്കുള്ളൂ. ഓ അങ്ങനെ പുള്ളി പറഞ്ഞേ പുള്ളി മുറുക മാത്രമേ കഴിക്കത്തുള്ളൂ. അവിടെ സരിച്ചു അയ്യോ ഞങ്ങൾ മുരുകനെ കഴിക്കാൻ. ഗാന്ധി, അമ്മൻ, അൻഷുൽ, ഷിഫാലി. അജയുടെ പഞ്ചാബ് തള്ളുകളുമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷിഫാലിയുടെ കല്യാണം ഇനി പോണോന്ന്. ഞാൻ കൊച്ചു കൊള്ളാം മഞ്ഞ. സരീഷ പീഡന കേസൊക്കെ ചോദിക്കോണ്ടേ. സരീഷ് എന്താ സംസാരിക്കുന്നത്? മ്യൂസിക്കലായിട്ടല്ലേ അടിക്കുന്നത്? അതിന്റെ മോനെ കയറിപ്പോ. ആ വീലയിലും കൂടെ ഒരുത്തനെ കെട്ടി. ഓ ഇതൊക്കെ അറിയണം. അവനൊന്നും ചെയ്യത്തില്ല. അവൻ സൈഡിൽ എടുത്തൊരു ഇടിയൊന്നും അവൻ പണിക്കൂ. അവൻ അതിനുള്ള വകുപ്പ് നോക്കിയായിരുന്നു. ഇവന്മാരെങ്ങനെയാ മൊത്തം എന്തേലും വിഷയം ഒന്ന് കുറിച്ചിട്ടങ്ങ് പോകും. എന്ത് വണ്ടി ഓടിച്ചിട്ടുണ്ടല്ലേ പറഞ്ഞത്? പൊറിക്കാന്ന് പറഞ്ഞില്ല, എനിക്കറിയാം. നീ അത് തന്നെ വേറെയും പറയും. അത് പൊറിക്കുക. അടിക്കുന്നില്ലടാ മൈനതി. ബാംഗ്ലൂരിലല്ലേ? പിന്നെ ഞാൻ ഇതുപോലെ കണ്ടിട്ടുള്ള ഡൽഹിയിലാണ്. വാരണാസിയിലേക്കുള്ള യാത്രയിലാണ്. ഇതാണ് റോഡിൻ്റെയൊക്കെ അവസ്ഥ. എല്ലാ ഭാഗത്തും ആളുകൾ മാത്രമേ ഉള്ളൂ. റെയിൽവേ സ്റ്റേഷനിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് യാതൊരു പിടിയുമില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവൂ ട്രെയിന് കയറാൻ പറ്റുമോ, തിരിച്ചു വരാൻ പറ്റുമോ, പോകാൻ പറ്റുമോ എന്നൊക്കെ. നല്ല തിരക്കാണ്, എല്ലാ ഭാഗത്തും നല്ല തിരക്കാണ്. ഇറങ്ങി നമ്മള് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. കുറച്ച് തിരക്കുണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ലെറ്റ്സ് ഗോ. തുടങ്ങിയിട്ടുണ്ട്. എന്തെന്ന് വെച്ചാല് നമുക്ക് നടക്കാനും നമ്മുടെ കൂടെ വണ്ടികളുമുണ്ട്. സോറി ഞാൻ പുള്ളി തിരിച്ചിട്ടുണ്ട്. സോ നടക്കുന്നതും റോഡും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഞാൻ തിരക്ക് ഭയങ്കരമായിട്ട് കൂടും. നാഷണൽ ഹൈവേ കാണുന്നത് ഇവര് ഭയങ്കര ഹോണിങ് ആണ്. ഇവിടെ ഭയങ്കര നോയിസ് പൊല്യൂഷനും ഡസ്റ്റ് ഒക്കെയാണ്. അതുകൊണ്ടാണ് ഈ ഡബിൾ ലെയർ ഓഫ് മാസ്ക് ഞാൻ ചെയ്തിട്ടുള്ളത്. എനിക്ക് കുറച്ച് ഡസ്റ്റ് പ്രശ്നമാണെന്ന് ഞാൻ ഇവിടെ വന്നിട്ട് മനസ്സിലാക്കിയത്. ഇങ്ങനത്തെ തിരക്ക് എല്ലാവരും ഉടുക്കത്തെ ചൂടും രാത്രി മനുഷ്യനെ കൊല്ലാനുള്ള തണുപ്പും. അതെ. ആൻഡ് വി ആർ ഹിയർ ഫോർ എക്സ്പീരിയൻസ് ലോകത്തിലെ സ്റ്റേഷനിലേക്ക് കയറി ഇപ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് വെച്ചാൽ വരണോ? വാരണാസിയിൽ പോകാൻ എന്താ ചെയ്യണ്ടേ? നമ്മളിവിടെ ഇരിക്കണം ആദ്യം, ബാക്കി പിന്നെ. Yes, everybody is here. So, എന്താണ് എക്സ്പെക്ടേഷൻസ്? We are going to Varanasi. ഈ മുഖത്തിൽ നിന്ന് ഊഹിക്കാൻ പറ്റണ ഊഹിച്ചോ? കൃഷ്ണ, അമൽ സാർ, എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്? We are going to Varanasi. First time in the country, group of disaster management students exploring the vibe of Kumbh Mela, exploring the Kashi, exploring the world's largest mass gathering. We are at the center of the mass gathering.
What more exposure you need? What more? You should be able to guide the girl. Understood? Yes. Students, come join us. We will let you know. No one never ever any professionals got this chance. That is true. As a students we got this chance. Then where will we be going? Where will we be going? You say. 100% government platform. 100%. स्टेशन खाली होगा, आप लोगों को सुरक्षित एक आदमी को छोड़ा जाएगा। आपका सब सुरक्षित पहुंचेंगे, आराम से बैठे खाली। आप लोग ट्रेन का रिक्रूटमेंट हम लोग किए हैं, ट्रेन जैसे ही लगेगी आप लोगों को बताया जाएगा। आधा घंटा हम लोग को भी समय दीजिए, पूरा भीड़ है, उधर भी भीड़ है, छोड़कर आप लोग को गिर जाएगी ऐसे ही। धीरे धीरे बैठिए आप लोग, बैठिए। ഇവിടെ എല്ലാം തിരക്കാണ്. ഇവിടെ തിരക്കാണ്. ഇങ്ങനെ അല്ലാതെ പിന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പം ലാത്തിയുടെ ഫസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. AC ഉള്ള ഒരു കമ്പാർട്ട്മെന്റിൽ ശബരിമലയിലൊക്കെ എന്താ വാരണാസി വരെ എത്തിയിട്ടില്ല. വി ആർ ജസ്റ്റ് സ്റ്റാർട്ടിങ്. നിരാശ. എനിക്ക് അടുത്ത നിരാശ ഇത് മൊത്തം നിരാശകളാണല്ലോ. നമ്മൾ എക്സൈറ്റഡ് അല്ല. ഞങ്ങളിപ്പോൾ ഉള്ളത്